നമസ്കാരം. ധനുസ് PSC ടിപ്സിൻ്റെ എല്ലാവർക്കും സ്വാഗതം. LGS സ്റ്റേജ് 2 ബയോളജി ക്വസ്റ്റ്യൻസിൻ്റെ ഒന്ന് ഡീറ്റെയിലായി പഠിക്കാം. അതിൽ നിന്ന് നമുക്ക് വീണ്ടും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആൻസേഴ്സ് വീണ്ടും ഒന്ന് പരിശോധിച്ച് നോക്കാം. ഫസ്റ്റ് വൺ, ചുവടെ നൽകിയിരിക്കുന്നവയിൽ ചെറുകുടലുമായി യോജിച്ച പ്രസ്താവനകൾ തിരഞ്ഞെടുത്ത് എഴുതുക. ആഹാരത്തിലെ പോഷകഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം, വില്ലസുകൾ കാണപ്പെടുന്ന ഭാഗം, ജലവും ലവണങ്ങളും ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉമാണ് ചെറുകുടലുമായി യോജിച്ച പ്രസ്താവനകൾ. അതായത് ആഹാരത്തിലെ പോഷകഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗം, വില്ലസുകൾ കാണപ്പെടുന്ന ഭാഗം. ആഹാരത്തിലെ പോഷകഘടകങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തൊക്കെയാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരം ആമാശയം വഴി ചെറുകുടലെത്തിച്ചേരുന്നു. അവിടെ വെച്ച് ദഹനം പൂർണ്ണമാകുന്നു. അപ്പോഴാണ് എന്താവുക? പോഷകഘടകങ്ങളായിട്ട് മാറുക. അതായത് അന്നജം ഗ്ലൂക്കോസായിട്ടും കൊഴുപ്പുകളായിട്ടും ഫാറ്റി ആസിഡ് ഗ്ലിസറോളായിട്ടും, പ്രോട്ടീൻസ് എന്തായിട്ട് മാറുന്നു? അമിനോ ആസിഡ്സ് മാംസ്യമായിട്ടും മാറുന്നു. ഏറ്റവും ചെറിയ ചെറിയ കണികളായിട്ട് പോഷകഘടകങ്ങളായിട്ട് മാറുന്നത് ചെറുകുടലിൽ വെച്ചാണ്. അപ്പോൾ ദഹനം പൂർണ്ണമാകുന്നു. ആ കഴിഞ്ഞ ദഹനം പൂർണ്ണമായി വന്ന പോഷകഘടകങ്ങൾ ചെറുകുടലിൻ്റെ ഭിത്തിയിലുള്ള വില്ലസുകൾ വഴി, അതായത് ഫിംഗർ ലൈക്ക് വിരലുകൾ പോലെ കാണപ്പെടുന്ന, ഇതിൽ ബ്ലഡ് വെസൽസ് ഉണ്ട്, രക്തക്കൊല്ലുകളുണ്ട്. ഫിംഗർ ലൈക്ക് അല്ലെങ്കിൽ വിരലുകൾ പോലെ കാണപ്പെടുന്ന വില്ലസുകളിലേക്ക് ചെറുകുടലിൻ്റെ ഭിത്തിയിലാണ് വില്ലസുകൾ കാണപ്പെടുക. അതിലേക്ക് ഈ പോഷകഘടകങ്ങൾ ആഗിരണം ചെയ്യപ്പെടുന്നു. എന്നിട്ട് ബ്ലഡ് വെസൽസ് വേണ്ടല്ലോ, അതുവഴി ശരീരത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും ഈ പോഷകഘടകങ്ങൾ എത്തിച്ചേരുന്നു. അവസാനത്ത് വരുന്ന പോഷകങ്ങൾ ഏതൊക്കെയായിരുന്നു? ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്സ്, ധാതുക്കൾ, അതുപോലെ ഫാറ്റി ആസിഡ് ഗ്ലിസറോൾ എന്ന് പറയും. അന്നജം ഗ്ലൂക്കോസായി മാറുന്നു. അതുപോലെ മാംസ്യം അമിനോ ആസിഡ്സായി മാറുന്നു. പിന്നെ ധാതുക്കളായിട്ട് വരുന്നുണ്ട് മിനറൽസ്, ധാതുക്കൾ, കൊഴുപ്പ് ഫാറ്റി ആസിഡും ഗ്ലിസറോളുമായിട്ട് മാറുന്നു. അതായത് ബ്ലഡിലേക്ക് ആഗിരണം ചെയ്യപ്പെടാൻ ഈ പോഷകങ്ങൾക്ക് പറ്റുകയുള്ളൂ. അതാണിത്. വില്ലസുകൾ അറിയാമല്ലോ. വിരലുകൾ ചെറുകുടലിൻ്റെ ഭിത്തിയിൽ വിരലുകൾ പോലെ കാണപ്പെടുന്ന ഭാഗമാണ് വില്ലസുകൾ. ധാരാളം വില്ലസുകൾ ചെറുകുടലിൻ്റെ ഭിത്തിയിലുണ്ടായിരിക്കും. ഇവയിലേക്കാണ് പോഷകഘടകങ്ങൾ ആഗിരണം ചെയ്യപ്പെടുക. അതിൽ ലസികാഗ്രന്ഥികളും രക്തക്കൊല്ലുകളുമുണ്ട്. അതുവഴി അങ്ങോട്ട് രക്തചംക്രമണം വഴി ഈ പോഷകഘടകങ്ങൾ എല്ലാ ഭാഗത്തും ചെല്ലുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 54. മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്തത രോഗം ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ വിറ്റമിൻ എ. മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയില്ല. ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്ത രോഗമാണ് വിറ്റാമിൻ എയുമായി ബന്ധപ്പെട്ടത്. അതായത് കാഴ്ചയ്ക്ക് ഏറ്റവും ആവശ്യമായ വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ എ ആണ്. കാഴ്ചയ്ക്ക് ഏറ്റവും ആവശ്യമുള്ള വിറ്റാമിൻ എ ആണ്. വിറ്റാമിൻ എയിൽ നിന്നും ഉണ്ടാകുന്ന 2 വർണ്ണകങ്ങളുണ്ട്. ഒന്ന് റോഡോപ്സിൻ, വിറ്റാമിൻ എയിൽ നിന്നും വരുന്നതാണ് റോഡോപ്സിൻ. മറ്റൊന്നാണ് അയഡോപ്സിൻ എന്ന് പറയും. അയഡോപ്സിൻ. വിറ്റമിൻ എയിൽ നിന്നും ഉണ്ടാകുന്ന 2 വർണ്ണകങ്ങളാണ് റോഡോപ്സിനും അയഡോപ്സിനും. ഇത് രണ്ടുമാണ് എന്ത് ചെയ്യുക? കണ്ണിലെ കോശങ്ങൾക്ക് പ്രകാശം ഗ്രഹിക്കാനുള്ള ശക്തി കൊടുക്കുക. രണ്ടും കൂടിയാണ്. അപ്പോൾ മങ്ങിയ പ്രകാശത്തിൽ കാഴ്ചശക്തി നൽകുന്ന ആരാണ്? റോഡോപ്സിനാണ്. മങ്ങിയ പ്രകാശത്തിൽ കാഴ്ചശക്തി നൽകുന്ന ആരാണ്? റോഡോപ്സിനാണ്. മങ്ങിയ പ്രകാശത്തിൽ കാഴ്ചശക്തി നൽകുന്ന ആരാണ്? റോഡോപ്സിനാണ്. അതുകൊണ്ട് ഇവയുടെ കുറവ് മൂലമുണ്ടാകുന്ന അസുഖം എന്താണ്? നിശാന്തതയാണ്. മങ്ങിയ പ്രകാശത്തിൽ റോഡോപ്സിനാണ് കാഴ്ചശക്തി നൽകുന്നത്. റോഡോപ്സിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖമാണെന്ത്? നിശാന്തത. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദേശീയ വനനയം നിലവിൽ വന്ന വർഷം ഏതാണ്? ദേശീയ വനനയം
നിലവിൽ വന്ന വർഷം ഏതാണ്? 1980. ഓപ്ഷൻ ഡി ആണ് 1988 ആൻസർ. വനനയം. ഇന്ത്യയിൽ ദേശീയ വനനയം വരുന്നത് 1952 അതുപോലെ ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം വരുന്നത് 1986 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന ഏതാണ്? റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന ഏതാണ്? ആൻസർ IUCN. റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന ഏതാണ്? IUCN. IUCN എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകൃതി വിഭവങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിന് വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ട സംഘടനയാണ്, അന്തർദേശീയ സംഘടനയാണെന്ത്? IUCN. വന്യജീവികളുടെയും പ്രകൃതി വിഭവങ്ങളുടെയും സംരക്ഷിക്കാനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള അന്തർദേശീയ സംഘടനയാണെന്ത്? IUCN എന്ന് പറഞ്ഞത്. അടുത്തത് SPCA എന്ന് പറഞ്ഞാൽ എന്താണ്? SPCA എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? ജന്തുക്കളോട് ക്രൂരത കാട്ടുന്ന അതിനെതിരെ പ്രതികരിക്കാൻ രൂപപ്പെട്ട സംഘടനയാണെന്ത്? SPCA. ജന്തുക്കളോട് ക്രൂരത കാട്ടുന്നതിനെതിരെ പ്രതികരിക്കാൻ ഉണ്ടാക്കിയ സംഘടനയാണ് SPCA. SPCA എന്ന് പറഞ്ഞാൽ സൊസൈറ്റി ഫോർ ദി പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ്. അതാണ് SPCA. സൊസൈറ്റി ഫോർ ദി പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് ആണ് SPCA. ഇതൊക്കെ SCRT ടെക്സ്റ്റിലുള്ള കാര്യങ്ങളാണ്. മറ്റൊന്നുണ്ട് ഇവിടെ, WWF എന്ന് പറഞ്ഞാൽ എന്താണ്? വേൾഡ് വൈൽഡ് ലൈഫ് എന്നാണ് പറയുക. വേൾഡ് വൈൽഡ് ലൈഫ്. വേൾഡ് വൈൽഡ് അത് കേൾക്കുമ്പോൾ അറിയാമല്ലോ, ലൈഫ്. ഇതിൻ്റെ ചിഹ്നം അറിയാമായിരിക്കും അല്ലേ? ചിഹ്നം എന്താണ്? ഭീമൻ പാണ്ടയാണ്. WWFൻ്റെ ചിഹ്നം ഭീമൻ പാണ്ട. പാണ്ട ഓർക്കാമല്ലോ, ഭീമൻ പാണ്ട. വൈൽഡ് ലൈഫാണ് ഇതിൻ്റെ പൂർണ്ണരൂപം. ഭീമൻ പാണ്ടയാണ് ചിഹ്നം. ഇനി റെഡ് ഡേറ്റ ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? റെഡ് ഡേറ്റ ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് വംശനാശ ഭീഷണി നേരിടുന്ന എല്ലാ ജീവികളെയും ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ഒരു ഗ്രന്ഥം പ്രസിദ്ധീകരിക്കുന്നു. അവയെ സംരക്ഷിക്കാനുള്ള മാർഗ്ഗങ്ങൾ കൊടുക്കുകയും ചെയ്യും. അതാണ് റെഡ് ഡേറ്റ ബുക്ക്. വംശനാശ ഭീഷണി നേരിടുന്ന എല്ലാ ജന്തുക്കളെയും കൂടി ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ബുക്കാണെന്ത്? റെഡ് ഡേറ്റ ബുക്ക്. ഈ ബുക്ക് പ്രകാരം അവയെ സംരക്ഷിക്കാനുള്ള ഏർപ്പാടുകൾ നിർദ്ദേശിക്കുകയും അത് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. റെഡ് ഡേറ്റ ബുക്ക്, ചുവന്ന ബുക്ക് എന്ന് പറയും. അപ്പോൾ ആനിമൽസ് അല്ലെങ്കിൽ ജന്തുക്കൾ അല്ലെങ്കിൽ സസ്യങ്ങളുടെ വംശനാശ ഭീഷണി നേരിടുന്ന ജന്തുക്കൾ അല്ലെങ്കിൽ സസ്യങ്ങൾ മാത്രം അടങ്ങിയ അവിടെ ലിസ്റ്റ് വരുന്ന ബുക്കാണ് എന്ത്? റെഡ് ഡേറ്റ ബുക്ക്. അതിൻ്റെ സംഘടന IUCN എന്നാണ് സംഘടന. IUCN എന്നാണ് സംഘടനയുടെ പേര്. IUCN എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഒരു പരിസ്ഥിതി സംഘടനയാണെന്ത്? IUCN അല്ലേ? ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സാണ് IUCN എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ആസ്ഥാനം, IUCNൻ്റെ ആസ്ഥാനം ഇവിടെയാണ്, സ്വിറ്റ്സർലൻഡാണ്. നോക്കി വെച്ചോളൂ, സ്വിറ്റ്സർലൻഡാണ് അതിൻ്റെ ആസ്ഥാനം. IUCNൻ്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡാണ്. അപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IUCNൻ്റെ ഔദ്യോഗിക പ്രമാണം എന്ന് വെച്ചാൽ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും? റെഡ് ഡേറ്റ ബുക്ക് എന്നാണ് പറയുക അല്ലേ? ഇവിടെ ഇത് പഠിച്ചു കഴിഞ്ഞു. WWF അറിയാം, വേൾഡ് വൈൽഡ് ഫണ്ട് ഫോർ നേച്ചർ. അതാണ് WWF എന്ന് പറഞ്ഞാൽ ഇല്ലേ? അതിൻ്റെ ആസ്ഥാനം ഇവിടെയാണ്, സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡാണ് അതിൻ്റെ ആസ്ഥാനം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസാണ് അല്ലേ? ബയോളജി എന്ന് പറഞ്ഞാൽ പോലും പരിസ്ഥിതിയുടെ ക്വസ്റ്റ്യൻസാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുണ്ട് ഇവിടെ. പരിസ്ഥിതി ശാസ്ത്രം നന്നായിട്ട് പഠിച്ചിട്ട് പോകണം. ഒരു ചെറിയ ചാപ്റ്ററാണിത്. നെക്സ്റ്റ് വൺ, മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ പരിധി എത്രയാണ്?
ആൻസർ 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ് അതിൻ്റെ പരിധി. 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ് മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ പരിധി. അടുത്തത്, മനുഷ്യരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? ആൻസർ, ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ്, കരൾ. ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? കരളാണ്. ഈ കരളിൻ്റെ മറ്റു കാര്യങ്ങൾ എന്തൊക്കെ അറിയാം? ഏറ്റവും വലിയ മാലിന്യ സംസ്കരണ ശാല, പ്ലാന്റ് എന്നൊക്കെ പറയില്ലേ, മാലിന്യങ്ങളെ സംസ്കരണ നമ്മുടെ ബോഡിയിലുള്ള ശരീരത്തിലുള്ള മാലിന്യങ്ങളെ സംസ്കരിക്കുന്ന ശാല ശരിക്കും ആരാണ്? കരളാണ്. അതുപോലെ ജീവകം എ, വിറ്റമിൻ എ ഏറ്റവും കൂടുതൽ സംഭരിക്കപ്പെടുന്ന അവയവം ഇവിടെ തന്നെയാണ്? കരളാണ്. ഏറ്റവും കൂടുതൽ രാസാഗ്നികൾ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? അവയവം ഏതാണ്? കരളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ രാസ പരീക്ഷണശാലയെന്നും പറയുന്നുണ്ട്. രാസ പരീക്ഷണശാലയാണ് ആര്? കരൾ. ഇപ്പോൾ 2-3 ക്വസ്റ്റ്യൻസ് വന്നില്ലേ കരളിനെക്കുറിച്ച്? ഏറ്റവും വലിയ മാലിന്യ സംസ്കരണശാല, വൈറ്റമിൻ എ ഏറ്റവും അധികം സംഭരിക്കപ്പെടുന്ന സ്ഥലം, നമ്മുടെ ബോഡിക്ക് സംഭരിക്കപ്പെടുന്ന അവയവം കരൾ, പിന്നെ നമ്മുടെ രാസ പരീക്ഷണശാല, മനുഷ്യരീരത്തിലെ രാസ പരീക്ഷണശാലയും കരളാണ്. ഇനിയും ഏറ്റവും കൂടുതൽ ഇരുമ്പ് സംഭരിക്കപ്പെടുന്നത് എവിടെയാണ്? ഈ കരളിലാണ്. ഏറ്റവും കൂടുതൽ ഇരുമ്പ് സംഭരിക്കപ്പെടുന്നതും കരളിലാണ്. ഓക്കെ. മറ്റൊന്ന്, മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ഇവിടെ തന്നെയാണ്? കരളിലാണ്. ഓക്കെ. മറ്റൊരു ക്വസ്റ്റ്യൻ വരുന്ന കരളിനെക്കുറിച്ച്, കരളിൽ നിർമ്മിക്കപ്പെടുന്ന വിഷവസ്തു ഏതാണ്? അമോണിയ. എപ്പോഴും ചോദിക്കാറുണ്ടത്. കരളിൽ നിർമ്മിക്കപ്പെടുന്ന വിഷവസ്തു ഏതാണ്? അമോണിയ. ഓക്കെ. മറ്റൊന്ന്, കരളിൽ നിർമ്മിക്കപ്പെടുന്ന പ്രോട്ടീനുകളുണ്ട് 3 എണ്ണം. ആരൊക്കെയാണ്? ഒന്ന് ഇവിടെ ഉണ്ട് കേട്ടോ, അതിൻ്റെ പേര് പ്രോത്രോംബിൻ കേട്ടോ, പ്രോത്രോംബിൻ, അതുപോലെ ആൽബുമിൻ, ഫൈബ്രിനോജൻ. പ്രോത്രോംബിൻ 3 പ്രോട്ടീൻസ് ഉണ്ട്: പ്രോത്രോംബിൻ, ആൽബുമിൻ, ഫൈബ്രിനോജൻ. കരളിൽ നിർമ്മിക്കപ്പെടുന്ന 3 പ്രോട്ടീൻസ്, മാംസ്യങ്ങൾ ഏതൊക്കെയാണ്? പ്രോത്രോംബിൻ, ആൽബുമിനും ഫൈബ്രിനോജനും. അപ്പോൾ കരളിനെക്കുറിച്ച് വലുതായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ പ്രോട്ടോസോവ രോഗം ഏതാണ്? ആൻസർ ഈസ് ഓപ്ഷൻ ബി, മലമ്പനി. പ്രോട്ടോസോവ രോഗം ഏതാണ്? മലമ്പനി. മലമ്പനിയുടെ മറ്റൊരു പേരാണ് മലേറിയ. മറ്റൊരു പേരാണ് മലേറിയ അല്ലേ? അതിൻ്റെ രോഗാണു ആരാണ്? രോഗാണു ഏത്? പ്രോട്ടോസോവയാണ്. പ്ലാസ്മോഡിയം വൈവാക്സ് ആണ് മലമ്പനി അല്ലെങ്കിൽ മലേറിയ പരത്തുന്ന ജീവി. പ്ലാസ്മോഡിയം വൈവാക്സ് ആണ് മലേറിയ അല്ലെങ്കിൽ മലമ്പനി പരത്തുന്ന ജീവി അല്ലേ? അതിൻ്റെ കൊതുക് ഏതാണ്? ഇതൊരു കൊതുക് വഴിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുക. കൊതുക് ഫീമെയിൽ അനാഫിലിസ് മൊസ്കിറ്റോ, അതായത് അനാഫിലിസ് പെൺകൊതുകുകളാണ് മലേറിയ അല്ലെങ്കിൽ മലമ്പനി പരത്തുക. പ്രോട്ടോസോവ ഏതാണ്? പ്ലാസ്മോഡിയം വൈവാക്സ് ആണ്. ഓക്കെ. ഇതിന് ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നും ചതുപ്പ് രോഗമെന്നും ഒക്കെ അറിയപ്പെടാറുണ്ട്. ഓക്കെ. ഈ മലമ്പനിയുടെ രോഗാണുവിന് അതിൻ്റെ പ്ലാസ്മോഡിയം ജീവിതചക്രം കണ്ടെത്തിയത് രോഗാണുവായി ആണ് ആര്? പ്ലാസ്മോഡിയം അല്ലേ? ആ പ്രോട്ടോസോവ. അപ്പോൾ അതിനെ കണ്ടെത്തിയത് ആരാണ്? ഒരു ശാസ്ത്രജ്ഞൻ്റെ പേരാണ് റൊണാൾഡ് റോസ് എന്നാണ് പറയുക. അദ്ദേഹമാണ് അനാഫിലിസ് കൊതുകുകളെ കണ്ടെത്തുന്നതും ഈ പ്രോട്ടോസോവ പ്ലാസ്മോഡിയത്തെ കണ്ടെത്തുന്നതുമൊക്കെ ആരാണ്? റൊണാൾഡ് റോസ് ആണ്. അപ്പോൾ മലേറിയ അല്ലെ മലമ്പനി എന്നുള്ള സംഭവം ആദ്യമേ കണക്റ്റഡ് ഉണ്ട്, റൊണാൾഡ് റോസ് എന്ന ശാസ്ത്രജ്ഞനുമായി കണക്റ്റഡ് ആണ്. അതും കൂടി പഠിച്ചു വയ്ക്കുക. ഏറ്റവും മാരകമായ മലമ്പനി എന്ന് പറയുന്നത് എന്താണ്? ഫാൽസിപ്പറം മലമ്പനിയാണ്.
ഫാൽസിപ്പറം അത് പ്രോട്ടോസോവയാണ്. അതായത് പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം മലേറിയ, പ്ലാസ്മോഡിയം ഫാൽസിപ്പറം, അങ്ങനെ 3 ടൈപ്പ് പ്രോട്ടോസോവൻസ് ഉണ്ട്. അതിൽ ഏറ്റവും മാരകമായ അസുഖമാക്കുന്ന ആരാണ്? ഫാൽസിപ്പറം എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യം, താഴെ പറയുന്നവയിൽ പ്രോട്ടോസോവ രോഗം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കൊന്ന് ഉത്തരം എഴുതാം. മലമ്പനിയാണ് അതിൻ്റെ ഉത്തരം, അല്ലേ? മലമ്പനിയാണ് ഉത്തരം. ഇവിടെ മറ്റൊന്നുണ്ടെന്താണ്? എലിപ്പനി, അല്ലേ? എലിപ്പനി എന്ന് പറയുമ്പോൾ എലിപ്പനി ഇതുവഴി പകരുന്നതാണ് എലിപ്പനി എന്ന് പറയുമ്പോൾ ജലത്തിലൂടെ പകരുന്നതാണെന്ത്? എലിപ്പനി, അല്ലേ? ജലത്തിലൂടെ പകരുന്ന രോഗമാണെന്ത്? എലിപ്പനി എന്ന് പറയുന്നത്. ഓക്കെ, എലിപ്പനി ജലത്തിലൂടെ പകരുന്നു. എയ്ഡ്സ് പകരുന്നത് എങ്ങനെയാണ്? രോഗാണു ബാധിതമായ രക്തം സ്വീകരിക്കുന്ന മൂലം പകരാം. പിന്നെയോ ലൈംഗിക സമ്പർക്കത്തിലൂടെയും പകരാം. രോഗാണുബാധിതരായ രക്തം സ്വീകരിക്കുന്ന മൂലം പകരാം. ലൈംഗിക സമ്പർക്കത്തിലൂടെയും പകരുന്ന അസുഖമാണെന്ത്? എയ്ഡ്സ്. ക്ഷയം പകരുന്ന എങ്ങനെയാണ്? വായുവിലൂടെ പകരുന്ന രോഗമാണ് ക്ഷയം. വായുവിലൂടെ പകരുന്ന രോഗമാണ് ക്ഷയം. ഓക്കെ, നെക്സ്റ്റ് വൺ, രക്തം കട്ടുപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ പഠിച്ചു കഴിഞ്ഞില്ലേ? ഏതായിരുന്നു അത്? ഫൈബ്രിനോജൻ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ഫൈബ്രിനോജൻ ആണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ഫൈബ്രിനോജൻ ആണ്. ഓക്കെ, അപ്പോൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന എൻസൈം ഏതാണ്? ത്രോംബോകൈനേസ് ആണ്. ത്രോംബോകൈനേസ്. നേരത്തെയുള്ളൊരു വീഡിയോയിൽ ഫൈബ്രിനോജൻ എങ്ങനെയാണ് രക്തം കട്ടുപിടിക്കാൻ സഹായിക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒന്നുകൂടി നോക്കാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും അവസാനം മുറിവുണ്ടാക്കി ഏറ്റവും അവസാനം ഫൈബ്രിൻ ത്രെഡ്സ് ഫോം ചെയ്യുന്നുണ്ട്. അതിന് സഹായിക്കുന്ന ഒരു നാര് വലയം ഉണ്ടാകുന്നുണ്ട്. അതിന് സഹായിക്കുന്ന ഫൈബ്രിനോജനാണ്. അതിലേക്കാണ് നമ്മൾ ഈ ബ്ലഡ് ഒഴുകി വന്നിട്ട് പാർട്ടിക്കിൾസ് അവിടെ വരികയും ബാക്കി സിറം ഒഴുകി താഴേക്ക് പോവുകയും ചെയ്യുന്നത്. മുറിവിൻ്റെ ഭാഗത്ത് നെറ്റ് പോലെ ഫൈബ്രിൻ ത്രെഡ്സ് എന്താ പറയുക ഉണ്ടാകുന്നു. അതിന് സഹായിക്കുന്ന ഫൈബ്രിനോജനാണ്. അത് കഴിയുമ്പോഴാണ് അത് കട്ട പിടിക്കുന്നു. അവിടെ എൻ്റെ കോശങ്ങൾ കട്ട പിടിച്ച് വരികയും ബാക്കിയുള്ളവ വെള്ളം പ്ലാസ്മ ഒഴുകി താഴേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പോൾ അതിന് സഹായിക്കുന്ന എൻസൈം ത്രോംബോകൈനേസ് ആണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ധാതു ഏതാണ്? കാൽസ്യമാണ്, അല്ലേ? ജീവകം ഏതാണ്? ധാതു കാൽസ്യമാണ്, അല്ലേ? കാൽസ്യമാണ് ജീവകം. വിറ്റമിൻ ഏതാണ്? വിറ്റമിൻ കെ. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് അറിയാവുന്നതാണ്. കാൽസ്യമാണ്, ജീവകം കെ ഉണ്ട്, അല്ലേ? ഇനി സഹായിക്കുന്ന എൻസൈം ത്രോംബോകൈനേസ്. അത്രയും അറിയാം. രക്തം കണ്ടുപിടിക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? എത്ര സമയം വേണം? ഏകദേശം 3 to 8 മിനിറ്റാണ് ആവശ്യമുള്ളത്, അല്ലേ? രക്തം കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം, അല്ലേ? പ്ലേറ്റ്ലെറ്റ്സ് ആണ്. പ്ലേറ്റ്ലെറ്റ്സ് കുറഞ്ഞു കഴിഞ്ഞാൽ രക്തം കണ്ടുപിടിക്കാൻ സഹായിക്കില്ല എന്നൊക്കെ പറയും, അല്ലേ? അപ്പോൾ അത്രയും അറിയാം. എന്നാൽ ഇവിടെ ഇനി ബാക്കി മറ്റതുണ്ടല്ലോ, എന്തൊക്കെയായിരുന്നു, അല്ലേ? പ്ലാസ്മ പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് മെയിൻലി വരിക? പ്ലാസ്മ പ്രോട്ടീൻസിൽ മെയിൻലി ആരൊക്കെയാണ് വരിക? ഫൈബ്രിനോജൻ, ഗ്ലോബുലിനും ആൽബുമിൻ ഉണ്ട്. 3 പേരുണ്ട്. ഫൈബ്രിനോജൻ, ഗ്ലോബുലിൻ, ആൽബുമിൻ. 3 പേരും എന്താണ്? പ്ലാസ്മ പ്രോട്ടീൻസ് ആണ്. ഇവയിൽ ഗ്ലോബുലിൻ്റെ ധർമ്മം എന്താണ്? ഗ്ലോബുലിൻ്റെ ഫങ്ഷൻ എന്താണ്? ആൻറ്റിബോഡി നിർമ്മിക്കാൻ സഹായിക്കുന്നവയാണ് ആര്? ഗ്ലോബുലിൻ. ആൻറ്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്നവരാണെന്ത്? ഗ്ലോബുലിൻ. ആൻറ്റിബോഡി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ശരീരത്തിലേക്ക് എന്തെങ്കിലും രോഗാണുക്കൾ പ്രവേശിക്കുമ്പോൾ അതിനെതിരെ ഫസ്റ്റ് ആക്രമിക്കാൻ പോകുന്ന ആരാണ്? ആൻറ്റിബോഡിയാണ്, അല്ലേ? അപ്പോൾ ലിംഫോസൈറ്റുകൾ എന്നൊക്കെ പറയാം. ആൻറ്റിബോഡി. അപ്പോൾ ആൻറ്റിബോഡി നിർമ്മിക്കാൻ സഹായിക്കുന്ന ആരാണ്? ഗ്ലോബുലിനാണ്. ഇനി ആൽബുമിൻ എന്ന് പറയുമ്പോൾ എന്താണ്? രക്തസമ്മർദ്ദം, BP, രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ആരാണ്? ആൽബുമിനാണ്. രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നത് ആരാണ്? ആൽബുമിനാണ്. ഓക്കെ, ഫൈബ്രിനോജൻ നമുക്ക് അറിയാം. നെക്സ്റ്റ് വൺ,
മസ്തിഷ്കത്തിലെ വൈദ്യുതരംഗങ്ങളെ രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഏത് ഉപകരണമാണ്? EEG, ഇലക്ട്രോ എൻസെഫലോഗ്രാം. ഇലക്ട്രോ എൻസെഫലോഗ്രാം ആണ് മസ്തിഷ്കത്തിലെ വൈദ്യുതരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഓക്കെ, EEG എന്ന ഫുൾ ഫോം എന്താണ്? ഇലക്ട്രോ എൻസെഫലോഗ്രാഫ് അല്ലേ? ഗ്രാഫ് ഓർ ഗ്രാം എന്ന് പറയാം. മസ്തിഷ്കത്തിൻ്റെ വൈദ്യുതസ്പന്ദനം രേഖപ്പെടുത്തുന്ന ഉപകരണമാണെന്ന് ഇലക്ട്രോ എൻസെഫലോഗ്രാഫ് ഓർ ഗ്രാം. ഇലക്ട്രോ എൻസെഫലോഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഗ്രാം എന്നും പറയാം. അതിൻ്റെ ആവേഗങ്ങളെ പറയുന്ന പേരാണെന്ത്? ഗ്രാം. ഓക്കെ, ഉപകരണം ഏതാണ്? ഉപകരണം ചോദിച്ചാൽ ഉപകരണം EEG ഗ്രാഫാണ്, ഇലക്ട്രോ എൻസെഫലോഗ്രാഫാണ്. ഇത് രേഖപ്പെടുത്തുന്ന വൈദ്യുത ആവേഗങ്ങൾ, തരംഗങ്ങളാണെന്ന് ഇലക്ട്രോ എൻസെഫലോഗ്രാം എന്ന് പറയുക. ഓക്കെ, ഇത് ഹാൻസ് ബർജറാണ് കണ്ടുപിടിച്ചത്. ഹാൻസ് ബർജറാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇതിൽ കൂടി പോകുന്ന തരംഗങ്ങൾ ഏതൊക്കെയാണ്? ആൽഫ തരംഗമാണ്. ആൽഫ തരംഗമാണ് ഇതിൽ കൂടി കടന്നു പോവുക. ആൽഫ തരംഗമാണ് ഇതിൽ കൂടി കടന്നു പോവുക. ഓക്കെ, മസ്തിഷ്കം സജീവമായിരിക്കുകയാണെങ്കിൽ പോകുന്നത് ബീറ്റ തരംഗമായിരിക്കും. മസ്തിഷ്കം സജീവമായിരുന്നാൽ ബീറ്റ തരംഗം കടന്നു പോകുന്നു. ഓക്കെ, സാധാരണഗതി കാണിക്കുന്ന ആൽഫ തരംഗമാണ്. ഇനി ഇതൊക്കെ പോട്ടെ, ഇതിൻ്റെ കൂടെ വരുന്ന സംഭവമാണ് അപസ്മാര രോഗം കണ്ടെത്താനും മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തന വൈകല്യം കണ്ടെത്താനുള്ള ഉപകരണമാണെന്ന് EEG. അപസ്മാര രോഗം കണ്ടെത്താൻ സഹായിക്കുന്ന ഉപകരണം അപ്പോഴേതാണ്? EEG ആണ്. ഓക്കെ, ഒരെണ്ണം കൂടി നമുക്ക് നോക്കാം. ECG. ECG എന്താണ്? ECG എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഫുൾ ഫോം എന്താണ്? ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. ഇലക്ട്രോ കാർഡിയോഗ്രാഫാണ് ECG. ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. ഇലക്ട്രോ കാർഡിയോഗ്രാഫാണ് ECG. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്? ഹൃദയ സംബന്ധമായ ഹൃദയ സംബന്ധമായ തകരാറുകൾ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഉപകരണമാണെന്ത്? ECG. ഇലക്ട്രോ കാർഡിയോഗ്രാഫ് ഹൃദയ സംബന്ധമായ തകരാറുകൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണെന്ത്? ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. സാറിന് ഉപയോഗിക്കുന്ന അതാണ് അല്ലേ? ഇലക്ട്രോ കാർഡിയോഗ്രാഫ് കണ്ടുപിടിച്ചാരാണ്? വില്യം എന്തോവൻ ആണ്. ഓക്കെ, ഇനി മറ്റൊന്ന് ഹൃദയധമനികളുടെ ബന്ധപ്പെട്ടതാണല്ലോ ഇത്. അപ്പോൾ ഹൃദയധമനികളുടെ തടസ്സം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന നവീന പരിശോധനാ രീതി എന്താണ്? ആൻജിയോഗ്രാഫി അല്ലേ? തടസ്സം നീക്കാൻ ഉപയോഗിക്കുന്നത് ആൻജിയോപ്ലാസ്റ്റി. നവീന പരിശോധന രീതിയാണെന്ത്? ആൻജിയോഗ്രാഫി. ആൻജിയോഗ്രാഫിയാണ്. ഓക്കെ, ഹൃദയ സംബന്ധമായ തടസ്സം മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് ആൻജിയോഗ്രാഫി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവനത്തിന് വേണ്ടി പൊരുതാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മപദ്ധതി ഏതായിരുന്നു? ആൻസർ ഓപ്ഷൻ എ, കാർസാപ്പ്. നെക്സ്റ്റ് വൺ, സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാത ഏതാണ്? കോശദ്രവ്യപാത ഏതാണ്? ആൻസർ പ്ലാസ്മോഡെസ്മാറ്റ. പ്ലാസ്മോഡെസ്മാറ്റ അല്ലേ? സസ്യകോശങ്ങളുടെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന വസ്തു ഏതാണ്? സെല്ലുലോസ് അല്ലേ? സെല്ലുലോസ് എന്ന് പറയുന്ന കട്ടി കൂടിയ വസ്തു കൊണ്ടാണ് സസ്യകോശങ്ങളുടെ കോശഭിത്തി നിർമ്മിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ അതിനിടയ്ക്ക് തന്നെ എന്തുണ്ട്? രണ്ട് കോശങ്ങൾ തന്നെ ഇടയ്ക്ക് ഭിത്തിയുണ്ട്. ഇങ്ങനെ അവ തമ്മിലുള്ള കണക്ഷനുണ്ട്, പ്ലാസ്മോഡെസ്മാറ്റ. ഇതിൽ കൂടി കോശദ്രവ്യം, അതായത് ഇതിനകത്തുള്ള വസ്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ? ഗാഢത കൂടിയ ഭാഗത്തുനിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്കാണ് പ്ലാസ്മോഡെസ്മാറ്റ വഴിയും എന്താണ് ഫ്ലൂയിഡ് പോലെ പോഷകങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ ഇങ്ങനെ പാസ് ചെയ്യപ്പെടുന്നത്. പ്ലാസ്മോഡെസ്മാറ്റയാണ്. അപ്പോൾ കോശദ്രവ്യപാത പ്ലാസ്മോഡെസ്മാറ്റയാണ്. കോശങ്ങൾ അടുത്തടുത്താണെങ്കിൽ അല്ലേ? കോശം ഇവിടെ ഇങ്ങനെ അടുത്തടുത്ത കോശങ്ങളാണെങ്കിൽ ഇതിൻ്റെ കോശഭിത്തിയിൽ എന്തുണ്ട്? പ്ലാസ്മോഡെസ്മാറ്റ ഉണ്ടായിരിക്കും. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് രോഗത്തിൻ്റെ രോഗകാരി ആരാണ്? ആൻസർ നെഗ്ലേറിയ ഫെലൗറി ആൻസറാണ്. ഇവിടെ നമുക്ക് എൻഡമീബ ഹിസ്റ്റോളൈറ്റിക്കയെ കുറിച്ചൊന്നറിയാം. എൻഡമീബ ഹിസ്റ്റോളൈറ്റിക്ക എന്താണ്? വയറുകടിക്ക് കാരണക്കാരൻ. വയറുകടിക്ക് കാരണക്കാരൻ ആരാണ്? എൻഡമീബ ഹിസ്റ്റോളൈറ്റിക്കയാണ്. എൻഡമീബ ഹിസ്റ്റോളൈറ്റിക്കയാണ് വയറുകടിക്ക് കാരണക്കാരനായ ജീവി എന്ന് പറഞ്ഞാൽ.
മൈക്കോബാക്ടീരിയം എന്ന് പറയുന്നത് എന്താണ്? മൈക്കോബാക്ടീരിയം ലെപ്രസി, മൈക്കോബാക്ടീരിയം ലെപ്രസി എന്ന് പറയാല്ലേ, കുഷ്ഠം, ലെപ്രൈ, മൈക്കോബാക്ടീരിയം ലെപ്രൈ. അടുത്ത ക്വസ്റ്റ്യൻ, ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്ഥലം ഏതാണ്? ശ്വാസകോശത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്ഥലം ഏതാണ്? പ്ലൂറാസ്തരം അല്ലേ. പെരിക്കാർഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്ന സ്ഥലമാണെന്ത്? പെരിക്കാർഡിൽ. അതിനിടയ്ക്കും ദ്രാവകമുണ്ട്, പ്ലൂറയ്ക്കിടയ്ക്കും ദ്രാവകമുണ്ട്. പ്ലൂറാസ്തരത്തിനിടയ്ക്കും ദ്രാവകം. ഇരട്ട സ്ഥലം രണ്ടും ഇരട്ട സ്ഥലങ്ങളാണ്. പ്ലൂറയ്ക്കും ഇരട്ട സ്ഥലമാണ്, പെരിക്കാർഡിയവും ഇരട്ട സ്ഥലം. രണ്ടിൻ്റെയും ധർമ്മം എന്താണ്? ക്ഷതങ്ങളിൽ നിന്നും ആഘാതങ്ങളിൽ നിന്നും സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ സ്ഥലങ്ങളുടെ ധർമ്മം എന്ന് പറയും അല്ലേ. അടുത്ത താഴെ പറയുന്നവയിൽ പോർട്ടൽ സിരയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതെല്ലാം? ഹൃദയത്തിലേക്ക് ഓക്സിജൻ അടങ്ങിയ രക്തം വഹിക്കുന്നു, അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു, ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ എന്നീ പോഷകഘടകങ്ങളെ ഹൃദയത്തിൽ എത്തിക്കുന്നു, പോഷകഘടകങ്ങളെ വില്ലസിൽ നിന്നും കരളിലെത്തിക്കുന്നു. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. 1, 2, 4 ശരി. അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്നു, പോഷകഘടകങ്ങളെ വില്ലസിൽ നിന്നും കരളിലെത്തിക്കുന്നത് ആരാണ്? പോർട്ടൽ സിരയാണ്.